ടാസ്കിനെ പറ്റി പറയാണ് ജിസയിൽ. ഞാൻ അവിടെ ചെന്നു, എൻ്റെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ അക്ബർ ഇപ്പുറത്തെ ഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിലെ സ്റ്റിച്ച് പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ബോട്ടിൽ മാത്രം എടുത്തിട്ട് മാറി നിന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ കൈ പിടിച്ചപ്പോൾ എല്ലാവരും എൻ്റെ 3 പേരെൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ എൻ്റെ സ്റ്റിച്ച് പൊട്ടാതിരിക്കാൻ ഞാനത് വിട്ടു. ഒരു ബോട്ടിൽ മാത്രം എടുത്തിട്ട് ഞാൻ മാറി നിന്നു. നീ അന്നേരം പറഞ്ഞ എന്താ, എനിക്ക് ഗെയിം മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ബോട്ടിലെടുത്തില്ലെന്ന്. എനിക്ക് നിൻ്റെ ടോൺ മനസ്സിലായി. എനിക്ക് അന്നേരം ഗെയിം അറിയത്തില്ലെന്നാണ് നീ പറയുന്നത്. എനിക്ക് നല്ലതായിട്ട് അറിയാം ഗെയിം കളിക്കാൻ. പക്ഷേ എൻ്റെ കൈയുടെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ആ ബോട്ടിൽ എടുക്കാതെ മാറി നിന്ന് ഒരു ബോട്ടിൽ മാത്രം എടുത്തതെന്ന് ജിസേൽ പറയുന്നുണ്ട്. എന്നിട്ട് നീയും അക്ബറും കൂടി എൻ്റെ പുറത്ത് ചിരിച്ച്. ഞാനതൊന്നുമല്ല പറഞ്ഞേ, നീ മണ്ടത്തരം പറയല്ലേന്ന് ആര്യൻ പറയുന്നുണ്ട്. ആ മണ്ടിക്ക് ഗെയിം മനസ്സിലായില്ലെന്ന് ഞാൻ അക്ബറിനോട് പറഞ്ഞത്. അന്നേരം ജിസേൽ ചോദിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ മീനിങ് എന്തുവാ? എനിക്ക് ഗെയിം അറിയത്തില്ലെന്നല്ലേ നീ പറഞ്ഞത്? അത് ഞാനൊരു കോമഡിയായിട്ട് പറഞ്ഞ ജിസേൽ എന്ന് ആര്യൻ പറയുന്നുണ്ട്. അങ്ങനെ അതെന്തൊരു കോമഡിയാ? എനിക്ക് ഗെയിം അറിയത്തില്ലെന്ന് നീ പറയുന്നത്? ഞാൻ ഗെയിം അറിയത്തില്ലെന്ന് നീ പറയാൻ എങ്ങനെയാ? അപ്പം നമ്മുടെ ഇടയിൽ കോമഡി ഇല്ലെന്നാണോ നീ പറയുന്നത്? ഓക്കെ, അപ്പോൾ അക്ബർ പറയുന്നു ഇവൾക്ക് ഗെയിം അറിയത്തില്ലെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരൂടെ ചിരിക്കാൻ സ്റ്റാർട്ടായി എന്ന് ജിസേൽ പറയുന്നുണ്ട്. ഞാൻ കേട്ട് നിങ്ങൾ രണ്ടുപേരോട് എന്നെ കളിയാക്കി ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫണ്ണിയായിട്ട് പറഞ്ഞാണെങ്കിലും എനിക്കത് ഫണ്ണിയായിട്ട് തോന്നുന്നില്ല. അത് ഗെയിമല്ലേ. എനിക്ക് ഗെയിം അറിയത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇത്രയും സീരിയസ് ആയിട്ടൊരു ടാസ്ക് എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കിയിട്ട് ചിരിച്ച്. ഒന്നിനോട് ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ ഗെയിം എങ്ങനെയാണെന്ന്. അങ്ങനെ ഒന്നിന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എനിക്കൊരു ബോട്ടിലേ കിട്ടിയുള്ളൂ. നിങ്ങൾ അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ചിരിച്ചു. അങ്ങനെ ഗെയിമിൻ്റെ പേരും പറഞ്ഞ് ആര്യനും ജിസേലും കൂടെ പിണങ്ങി സംസാരിക്കുകയാണ്. ആര്യനാണെങ്കിൽ കുറേ നേരം പറഞ്ഞു നോക്കി. പക്ഷേ ജിസേൽ കേൾക്കുന്ന മട്ടില്ലെന്ന് കണ്ടപ്പം ആര്യം പറഞ്ഞു, ഞാൻ അതൊരു ഫണ്ണിയായിട്ട് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് പോലും ജിസേൽ കേൾക്കുന്നില്ല. ജിസേൽ പറഞ്ഞത് നിങ്ങൾ മനഃപൂർവ്വം എനിക്ക് ഗെയിം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാന്ന് പറഞ്ഞതുകൊണ്ട് ആര്യൻ അവിടെ നിന്നിട്ടങ്ങ് പോവുകയാണ്.